ബേസിക്സ് ഓഫ് വെബ് അല്ലെങ്കിൽ വെബ് ആർക്കിടെക്ചർ എന്താണ്, അതേപോലെ വെബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസുകൾ ഏതൊക്കെയാണ്, ദെൻ കുറച്ച് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നതാണ് വെബ് അപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് എന്നാണ് കോമൺലി അത് വിളിക്കാറുള്ളത്. വെബ്സൈറ്റ് പെൻ ടെസ്റ്റിംഗ് എന്നുള്ള ടേം വളരെ റെയർ ആയിട്ട് മാത്രമേ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ കേൾക്കാനേ പറ്റില്ല. നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടാവുക വെബ് അപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് എന്നുള്ളതാണ്. അതിന്റെ കാരണമാണ് പറയുന്നത്. നമ്മളുടെ വെബ് എന്ന് നമ്മൾ പറയുന്ന സിംപ്ലി www അതിനെയാണ് നമ്മൾ വെബ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വെബ് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. ഒന്ന് വെബ്സൈറ്റും മറ്റൊന്ന് വെബ് അപ്ലിക്കേഷനും. നമ്മളെല്ലാം കോമൺലി എന്താ പറയാറ്, വെബ്സൈറ്റ് പറയാറുണ്ടെങ്കിലും എന്താണ്, ആകെ രണ്ടെണ്ണേ ഉള്ളൂ, വെബ്സൈറ്റ്, വെബ് അപ്ലിക്കേഷൻസ്. വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റിക് കണ്ടന്റ് ആണ്. അതിലുള്ള കണ്ടന്റ് ഒരിക്കലും മാറില്ല. ഫിക്സഡ് കണ്ടന്റ് ആയിരിക്കും വെബ്സൈറ്റുകളിൽ ഉണ്ടാവുക. ഓക്കെ, അത് സ്റ്റാറ്റിക് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അവിടെ ആകെ HTML മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതേപോലെ HTML, CSS. ഓക്കെ, HTML എന്തിനാണെന്ന് അറിയാലോ, നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസൈനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ അവിടെയുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഇൻഫർമേഷൻ ആയിരിക്കും. സെർവർ എന്താണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, സെർവറിൽ എന്താണോ ഉള്ളത്, അത് മൊത്തം വെബ് പേജിൽ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് ഫിക്സഡ് കണ്ടന്റ് ആണ്. ആര് ഓപ്പൺ ആക്കിയാലും ഒരേ കണ്ടന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തർ ഓൺ ആക്കുന്നതിനനുസരിച്ച് കണ്ടന്റ് മാറില്ല. ഫിക്സഡ് കണ്ടന്റ് ആയിരിക്കും ഏത് പറയുന്ന വെബ്സൈറ്റുകളിൽ ഉണ്ടാവുക. ഓക്കെ, എന്നാൽ ഈ വെബ് ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ഡൈനാമിക് ആണ്, ഇന്ററാക്റ്റീവ് ആണ്. ഓരോ ആളുകളും ചെയ്യുന്നതിനനുസരിച്ച് അവർക്കനുസരിച്ചിട്ട് ആ പേജിലുള്ള കണ്ടന്റുകൾ മാറും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്ന കണ്ടന്റ് ആയിരിക്കില്ല നിങ്ങൾ കാണുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ കാണുന്ന കണ്ടന്റ് അല്ല നിങ്ങൾ കാണുന്നുണ്ടാവുക. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കാണുക. സോ ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ HTML-ഉം CSS-ഉം മാത്രമല്ല, HTML, CSS, ജാവാസ്ക്രിപ്റ്റ് മാത്രമല്ല, അതൊക്കെ സ്റ്റാറ്റിക്കലും യൂസ് ചെയ്യും. അതിന് പുറമെ നമുക്ക് ഇവിടെ എന്തുകൂടി വരും, ഡാറ്റാബേസ് കണക്ടിവിറ്റി വരും, ബാക്ക് ആൻഡ് പ്രോസസിംഗ് ലാംഗ്വേജുകൾ വരും. ഓക്കെ, API-കൾ വരും. ഓക്കെ, ദെൻ അപ്പൊ ഈ ഏത് ഭാഗത്തായിരിക്കും നമുക്ക് പെൻ ടെസ്റ്റ് ചെയ്യാൻ കൂടുതലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഹാക്ക് ചെയ്യാൻ കൂടുതലുള്ളത്? വെബ് അപ്ലിക്കേഷൻസിലാണ്, അല്ലെങ്കിൽ ഡൈനാമിക് സൈറ്റുകളിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ പെൻ ടെസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം അവിടെയാണ് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളത്. എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ എവിടെയാണോ ഉള്ളത് അവിടെയല്ലേ നമ്മൾ പെൻ ടെസ്റ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഹാക്കേഴ്സും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. വെബ്സൈറ്റുകളിൽ എന്താണ്, അവിടെ ഉള്ള കണ്ടന്റ് അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഹാക്ക് ചെയ്തെടുത്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആ പേജ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫിക്സഡ് കണ്ടന്റ് ആണ്. ആര് ഓപ്പൺ ആക്കിയാലും ഒരേ കണ്ടന്റ് ആണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ വെബ് അപ്ലിക്കേഷൻസിലാണ് നമുക്ക് എന്ത് ഡാറ്റാസുകൾ ഉള്ളത്. സോ അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, പെൻ ടെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹാക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കോമൺലി കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്, വെബ് അപ്ലിക്കേഷൻ പെൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ ഇതേപോലെ തന്നെയാണ് ആ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് സ്റ്റാറ്റിക് പേജ്, ഡൈനാമിക് പേജ്. സ്റ്റാറ്റിക് പേജിന്റെ പ്രത്യേകത എന്താണ്, ഫിക്സഡ് പേജ് തന്നെയാണ്. HTML-ഉം CSS-ഉം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പ്രോപ്പറായിട്ട് ഇൻപുട്ടുകൾ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളൊന്നും അവിടെ പ്രോസസ് ഒന്നും ആവുന്നില്ല. ഓക്കെ, ആ പേജ് ജസ്റ്റ് ഒരു ഇൻഫർമേഷണൽ വെബ് പേജ് ആണ്. നമ്മൾ ഈ ബ്ലോഗുകളൊക്കെ പോലെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി മാത്രം. കമ്പനി എന്തപ്പോൾ ബിസിനസ്, നിങ്ങൾ ഫ്രീലാൻസേഴ്സ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇപ്പൊ നിങ്ങളുടെ റെസ്യൂമുകളൊക്കെ നിങ്ങൾ ഇടുന്ന വെബ്സൈറ്റുകളൊക്കെ എന്താണ്, ഇന്ററാക്റ്റീവ് വെബ്സൈറ്റ് ആണോ? അല്ല, അത് ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷൻ മാത്രം അവിടെ കാണുന്നു. അത് ആരും ഓപ്പൺ ആക്കിയാലും ഒരേപോലെ തന്നെയല്ലേ അവിടുത്തെ കണ്ടന്റ്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്, സ്റ്റാറ്റിക് പേജുകളാണ്. എന്നാൽ ഡൈനാമിക് പേജുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു പ്രോസസിങ് ലാംഗ്വേജുകൾ ഉണ്ടാവും, ജാവ ഉണ്ടാകും, റിയാക്ട്, അങ്ങനെ കുറെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ മിക്സ്ഡ് ആയിരിക്കും അവിടെ ഡൈനാമിക് പേജുകൾ. അത് ഇന്ററാക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഓരോരുത്തരോടും ഓരോ രീതിയിലായിരിക്കും അത് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇവർക്ക് ഒരു ഡാറ്റാബേസുകൾ ഉണ്ടാകും. ഓക്കെ, അതാണ് ഡൈനാമിക് പേജും സ്റ്റാറ്റിക് പേജും തമ്മിൽ വ്യത്യാസം, അല്ലെങ്കിൽ വെബ്സൈറ്റും വെബ് അപ്ലിക്കേഷനും തമ്മിൽ വ്യത്യാസം. അപ്പം കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുക എവിടെയായിരിക്കും, വെബ് അപ്ലിക്കേഷൻസിലായിരിക്കും, ഡൈനാമിക് പേജസിലായിരിക്കും. അപ്പം അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി മനസ്സിലാക്കേണ്ട അടുത്തൊരു ടേം, നമ്മൾ ഈ ഒരു വെബ് പേജുകൾ അല്ലെങ്കിൽ www എന്ന് പറഞ്ഞ വെബ് എന്ന് പറയും സിംപ്ലി. ഈ വെബ് വർക്ക് ചെയ്യുന്ന എന്തിനു ബേസ് ചെയ്തിട്ടാണ്, പ്രോട്ടോകോളിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ HTTPS പ്രോട്ടോകോളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വെബ് കംപ്ലീറ്റ്ലി വർക്ക് ആവുന്നത്. രണ്ട് പ്രോട്ടോകോൾ ആണുള്ളത്, HTTP-യും
HTTPS. നമുക്ക് ബ്രൗസർ യൂസ് ചെയ്തിട്ട് FTP ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഫയൽസ് ആക്സസ് ചെയ്യാം, മറ്റു പ്രോട്ടോകോൾ ഒക്കെ ആക്സസ് ചെയ്യാം. പക്ഷെ വെബ് എന്ന് പറയുന്ന ടൈം വർക്ക് ആവുന്നത് രണ്ട് പ്രോട്ടോകോൾ ആണ്, HTTPയും HTTPS എന്ന് പറയുന്ന പ്രോട്ടോകോളും യൂസ് ചെയ്തിട്ടാണ്. ഇനി ഈ വെബ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നത്? ഒരു റിക്വസ്റ്റ്, ക്ലയന്റ് റിക്വസ്റ്റ് സർവർ റെസ്പോൺസ്, അല്ലെങ്കിൽ ക്ലയന്റ് സർവർ മെത്തഡോളജിയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ് എവിടെ വർക്ക് ആവുന്നത്? ഒരു വെബ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ആവുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും ആരാണ്? ക്ലയന്റ് ആണ്. ആ വെബ്സൈറ്റ് എവിടെയാണോ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെഷീൻ ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ വെബ് സർവർ എന്ന് പറയുന്നുണ്ടാവുക. നമ്മൾ എപ്പോഴും എന്താണ്? ക്ലയന്റ് ആണ്. നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ഒരു വെബിൽ ചെയ്യാറുണ്ട്? നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്, ഫോം സബ്മിറ്റ് ചെയ്യാറുണ്ട്, അവിടുത്തെ ഡാറ്റ വായിക്കാറുണ്ട്, ഓക്കെ, ഇമേജ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്, വീഡിയോ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാവട്ടെ, ഇങ്ങോട്ട് എടുക്കുന്നതാവട്ടെ, നമ്മൾ സർവർ എന്താ ചെയ്യുന്നത്? നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? റിക്വസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന എന്താണ്? റിക്വസ്റ്റ് ആണ്. അവര് ഓക്കെ, അപ്പൊ സർവറിന്റെ പണി റെസ്പോൺസ് നടത്തിക്കൊണ്ടിരിക്കുക, നമ്മളുടെ പണി റിക്വസ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് എന്ത് വർക്ക് ആവുന്നത്? വെബ് കംപ്ലീറ്റ്ലി, വെബിലെ കമ്മ്യൂണിക്കേഷൻസ് ആവുന്നത് ഈ രണ്ട് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ അവരുടെ മോഡൽ എങ്ങനെയാണ്? ക്ലയന്റ് സർവർ മോഡലാണ് അവർ യൂസ് ചെയ്യുന്നത്. ക്ലയന്റ് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യും, സർവർ എപ്പോഴും റെസ്പോൺസ് കൊടുക്കും. ഓക്കെ, അപ്പൊ ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ ഓപ്പോസിറ്റ് ആക്ഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും റിക്വസ്റ്റ്, റെസ്പോൺസ്. ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. ഒരു റിക്വസ്റ്റിൽ 3 ഭാഗങ്ങൾ ഉണ്ടാകും. ഒരു റിക്വസ്റ്റ്, അപ്പൊ നമ്മൾ മനസ്സിലായി ക്ലയന്റ് എന്താ ചെയ്യുന്നത്? ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യും, സർവർ റെസ്പോൺസ് കൊടുക്കും. ഈ റിക്വസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇനി പറയുന്നത്. റിക്വസ്റ്റിനെ 3 പാർട്ട് ആക്കിയിട്ട് നമ്മൾ തരംതിരിച്ചു. ഫസ്റ്റ് പാർട്ട് റിക്വസ്റ്റ് ലൈൻ എന്ന് പറയും. ഓക്കെ, റിക്വസ്റ്റ് ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ റിക്വസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ മെത്തേഡുകൾ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ഗെറ്റ്, പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെത്തേഡുകളുണ്ട്. ദെൻ ആ മെത്തേഡ് പറയും. ദെൻ ആ മെത്തേഡിന് ശേഷം പറയുന്നത് വെബ് സർവറിലെ ഏത് പേജിലേക്കാണ് പോകുന്നത്. വെബ് സർവറിന് പറയുന്നില്ല, പേജ്. മെത്തേഡ് എന്താണെന്ന് പറയും. ദെൻ അതിനുശേഷം പേജ് എന്താണെന്ന് പറയും. യൂസ് ചെയ്യുന്ന വേർഷൻ എന്താണെന്ന് പറയും. ഇതിനെയാണ് റിക്വസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. എവിടെ ഉള്ളതാണ്? റിക്വസ്റ്റിനെ 3 പാർട്ടാക്കി തരംതിരിച്ചു. ഫസ്റ്റ് പാർട്ട് റിക്വസ്റ്റ് ലൈൻ. ആ റിക്വസ്റ്റ് ലൈനിൽ ഫസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്? മെത്തേഡ് എന്താണെന്നുള്ളത്. ദെൻ അതിനുശേഷം ആ വെബ് സർവറിലെ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിലെ വെബ് ആപ്ലിക്കേഷനിൽ ഏത് പേജ് ആണെന്നുള്ളതാണ്. ഓക്കെ, ദെൻ അതിനുശേഷം HTTPയുടെ വേർഷൻ, HTTP ഏത് വേർഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ സിംഗിൾ ലൈനിനെയാണ് എന്ത് പറയുന്നത്? റിക്വസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പെൻടെസ്റ്ററിന് ഈ ഒരു ലൈൻ ആവശ്യമുണ്ട്. ലാബിലേക്ക് വരുമ്പോൾ അത് മനസ്സിലാവും. ദെൻ ഈ റിക്വസ്റ്റ് ലൈനും ഉള്ള ആ ഒരു സെക്ഷൻ ഉണ്ടാവും. ശരിക്കും 2 സെക്ഷനാണ്, റിക്വസ്റ്റ് ഹെഡറും റിക്വസ്റ്റ് ബോഡിയും. ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ള റിക്വസ്റ്റ് ഹെഡറിന്റെ ഫസ്റ്റ് ലൈനാണ് റിക്വസ്റ്റ് ലൈൻ ആക്കുന്നത്. അത് സെപ്പറേറ്റ് ആയി അങ്ങനെയാണ് വന്നത്. ഈ 2 ഉള്ളത്. ഏതൊക്കെ? റിക്വസ്റ്റ് ഹെഡറും റിക്വസ്റ്റ് ബോഡിയും. ഓക്കെ, ഈ റിക്വസ്റ്റ് ഹെഡറിലെ ഫസ്റ്റ് ലൈൻ ആണ് എന്ത്? റിക്വസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ റിക്വസ്റ്റ് ഹെഡറിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെഡർ ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഹെഡർ ഡീറ്റെയിൽസ് ഹോസ്റ്റ് എന്താണെന്നുള്ളത്, വെബ് ആപ്ലിക്കേഷന്റെ പേരെന്താന്നുള്ളത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ google.comന്റെ ഉള്ളിൽ പ്രൊഫൈൽ, instagram.comന്റെ ഉള്ളിൽ പ്രൊഫൈൽ എന്ന് പറയുന്ന പേജിലേക്ക് കയറി കഴിഞ്ഞാൽ എന്നുള്ളത് എവിടെ കാണാം? റിക്വസ്റ്റ് ലൈനിലായിരിക്കും കാണാം. ഓക്കെ, instagram.com എവിടെ കാണാം? ഹോസ്റ്റ് പാർട്ടിലായിരിക്കും. അത് ഇതിന്റെ ഉള്ളിലാണ്, ഹെഡറിന്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പൊ ഹെഡറിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? ഹോസ്റ്റ് എന്താണെന്നുള്ളത് ഉണ്ടാവും, യൂസർ ഏജന്റ് എന്താണ്, കുക്കി എന്താണ്, കണ്ടന്റ് ടൈപ്പ് എന്താണ്, അക്സെപ്റ്റഡ് ടൈപ്സ്, ഫയൽ ടൈപ്പ് എന്താണ്, അങ്ങനെയുള്ള കുറെ ഹെഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഹെഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാക്കറ്റിന്റെ ഉള്ളിൽ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഡാറ്റ അയച്ചു കൊടുക്കുകയല്ലേ. ഓക്കെ, ആ ഡാറ്റയിൽ വേണ്ട മെറ്റാ ഡാറ്റ, ആ ഡാറ്റ എന്താണ്, എങ്ങനെ പറയുന്ന ഹെഡറില്ലേ. നമ്മൾ IP പഠിച്ച സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ടാണ്. എങ്ങനെയൊക്കെ? ഹെഡറും പേലോഡും. ഹെഡറിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? എങ്ങോട്ട് പോകണം, എവിടുന്ന് വരുന്നു, അങ്ങനത്തെ കുറെ. പേലോഡിലാണ് എന്തുണ്ടാവുക? ഡാറ്റ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതേപോലെ ഹെഡറിന്റെ ഉള്ളിൽ ഇവിടെ എന്താ ഉള്ളത്? ഇതേപോലെയുള്ള കണ്ടന്റ്സ് ആണ് അവിടെ ഉള്ളത്. അത് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കും. ഡീഫാൾട്ട് ആയിട്ട് ഉണ്ടാവുന്നതാണ് ഹോസ്റ്റ് എന്താണ്, യൂസർ ഏജന്റ്. യൂസർ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആര് വഴിയാണോ ഏത് ആക്സസ് ചെയ്യുന്നത് അതിനെയാണ് പറയുന്നത് യൂസർ ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രോം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കയറുന്നത്. ക്രോമിന് ഒരു യൂസർ ഏജന്റ് നെയിം ഉണ്ട്. നമ്മൾ സിംപ്ലി ക്രോം എന്ന് പറയുമെങ്കിലും അതിന്റെ വലുതാണ്.
ഓക്കെ, സഫാരി അതൊരു മറ്റൊരു യൂസർ ഏജന്റ് ആണ്. നിങ്ങൾ ആര് യൂസ് ചെയ്തിട്ടാണ് വെബ് പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്, യൂസർ ഏജന്റ് എന്ന് പറയുന്നത്. ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് വെബ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, അതാണ് യൂസർ ഏജന്റ്. ദെൻ നമ്മൾ കുക്കി എന്താന്ന് നെക്സ്റ്റ് പറയാനുണ്ട്. കണ്ടന്റ് ടൈപ്പ്, നമ്മൾ പോകുന്ന സാധനത്തിന്റെ ടൈപ്പ് എന്താന്നുള്ളത് പറയാനുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെ ഉണ്ടാവാം, ഹെഡേഴ്സിന്റെ ഉള്ളിൽ ഉണ്ടാവാം. ഹെഡേഴ്സിന്റെ ഫസ്റ്റ് ലൈൻ ആണെന്ത്, റിക്വസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അത് മറ്റൊരു സെഷൻ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഹെഡേഴ്സിന്റെ ഉള്ളിലാണ് ഹോസ്റ്റ് ഉള്ളത്. ഹോസ്റ്റിലാണ് എവിടെയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് മനസ്സിലാവുന്നത്, എവിടെയാണ് ഹോസ്റ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ Instagram.com-ന്റെ ഉള്ളിൽ നമ്മൾ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഹോസ്റ്റ് ഭാഗത്താണെന്ന് പറയുന്നത് Instagram.com എന്ന് പറയുന്നത്. എന്നാൽ ആ പേജ് പറയുന്നത് എവിടെയാണ്, റിക്വസ്റ്റ് ലൈനിലാണ്. ഓക്കെ, ദെൻ ബോഡി പാർട്ടിലാണ് എന്ത്, നമ്മൾ അയക്കുന്ന ഡാറ്റ. അപ്പൊ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണല്ലോ നമ്മൾ അങ്ങോട്ട് അയക്കുന്ന ഡാറ്റ. നമ്മൾ അങ്ങോട്ട് അയക്കുന്ന ഡാറ്റ, അല്ലെങ്കിൽ ഫോം രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കില്ലേ, അങ്ങനെ യൂസർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ വരുന്ന പാർട്ടാണ് ഏത്, ബോഡി പാർട്ട്. കാരണം JSON ഫോർമാറ്റിലോ അല്ലെങ്കിൽ നേരിട്ടോ നമ്മൾ A=to എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് തന്നെ നമ്മൾ ഡാറ്റ കൊടുക്കും. ഓക്കെ, നെയിം =to അല്ലെങ്കിൽ യൂസർ നെയിം =to പാസ്വേഡ് =to എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡാറ്റ സെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു JSON ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് ആ രീതിയിൽ ഡാറ്റ സെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ ഈ ഹെഡർ പാർട്ടിനെയും ബോഡി പാർട്ടിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് ലൈൻ ഉണ്ടാവും. ആവുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒരൊറ്റ ലൈനായിട്ട് വർക്ക് ചെയ്യാണ്. ഇതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഹെഡർ പാർട്ടിനെയും ബോഡി പാർട്ടിനെയും തമ്മിൽ ഇടക്കുന്നുണ്ടാവും ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരൊറ്റ സിംഗിൾ ലൈൻ ഗ്യാപ്പ് ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക, ഇത്രയും ഹെഡർ ഇവിടുന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ബോഡി എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഞാൻ പറഞ്ഞു, ശരിക്കും ഒരു റിക്വസ്റ്റ് നമ്മൾ കാണുമ്പോൾ രണ്ട് പാർട്ടേ ഉള്ളൂ, ഏത്, ഹെഡറും ബോഡിയും. ആ ഹെഡറിലെ ഫസ്റ്റ് ലൈൻ ആണെന്ത്, റിക്വസ്റ്റ് ലൈൻ എന്ന് പറയും. ഇത്രയും ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു റിക്വസ്റ്റ് ലൈനിൽ ഫസ്റ്റ് എന്തായിരുന്നു, മെത്തേഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് പറഞ്ഞു. ആ മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. ഇനി ഇതിന്റെ പുറമെ കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് ട്രേസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, ഹെഡ് ഉണ്ട്. ഇല്ല, ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് എഴുതി വെക്കാം. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. പെനട്രേഷൻ ടെസ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത മൂന്ന് ഓപ്ഷൻസ് അല്ലെങ്കിൽ സോറി 3 ഹെഡറും കൂടി ഉണ്ട്. ഏതൊക്കെ, ഓപ്ഷന്, ഹെഡ്, ട്രേസ്. ഓക്കെ, ദെൻ ഗെറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വെബ് പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഗെറ്റ് മെത്തേഡാണ്. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ പറയുകയാണ് എനിക്ക് ആ പേജ് വേണം, അല്ലെങ്കിൽ എനിക്ക് ആ പേജ് ലോഡായിട്ട് വരണം, എനിക്ക് ആ കണ്ടന്റ് വരണം എന്ന് കൊടുക്കുന്ന ഏതാണ്, ഗെറ്റ് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് പോസ്റ്റ് മെത്തേഡ് എന്താണ്, അങ്ങോട്ട് കൊടുക്കുന്നത്. അങ്ങോട്ട് ചോദിച്ച് പേജുകൾ ചോദിച്ചു വാങ്ങുന്നത് ഗെറ്റ്. ഇങ്ങോട്ട് ഡാറ്റ ചോദിച്ചു വന്നു. അപ്പൊ നോർമലി പേജ് ലോഡ് ആവുന്നൊക്കെ ഏതാണ്, ഗെറ്റ് ആണ്. നിങ്ങളൊരു പേജ് ചോദിക്കുമ്പോൾ ആ പേജ് ലോഡായിട്ട് വരുന്നതൊക്കെ എന്താണ്, ഗെറ്റ് ആണ്. പോസ്റ്റ് എന്ന് പറഞ്ഞാലോ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത്. ഫയൽ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫോം അപ്ലോഡ് ചെയ്യുക, ഫോം സെൻഡ് ചെയ്യുക, ഓക്കെ, ഒരു പേജ് സൈനപ്പ് ചെയ്യുക, ഇതൊക്കെ എന്താ വരിക, പോസ്റ്റ് ആണ് വരിക. ഓക്കെ, ദെൻ പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ സെൻഡ് ചെയ്ത പോസ്റ്റ് വഴി നിങ്ങൾ അയച്ചൊരു കാര്യം ഉണ്ടാവുമല്ലോ, അയച്ച ഒരു ഡാറ്റനെ എഡിറ്റ് ചെയ്യാനാണ് ആരെ യൂസ് ചെയ്യുന്നത്, പറഞ്ഞ അപ്ഡേറ്റ് ആണ്. ഓക്കെ, നേരത്തെ ഏത് വഴി, അവിടെ ഓൾറെഡി ഉള്ള ഗെറ്റ് മെത്തേഡ് വഴി കിട്ടിയതല്ല, പോസ്റ്റ് വഴി നിങ്ങൾ തൊട്ട് മുന്നേ അയച്ചൊരു കാര്യം ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ പേര് അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് പുട്ട് എന്ന് പറഞ്ഞാൽ, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡിലീറ്റ് എന്താണെന്ന് അറിയാലോ, അവിടെയുള്ള ഡാറ്റനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇനി പ്രധാനപ്പെട്ട 3 കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, ഓപ്ഷൻസ്. ഓപ്ഷൻസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെത്തേഡുകളിൽ എല്ലാ വെബ് പേജും, ഓരോ വെബ് പേജും ഈ എല്ലാ മെത്തേഡും എന്ത് ചെയ്യില്ല, അലോ ചെയ്യില്ല. കാരണം ഇതൊക്കെ ഓരോ, ഉദാഹരണത്തിന് പ്രധാനപ്പെട്ട ചില വെബ് പേജുകളൊക്കെ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. ആളുകൾ എന്ത് ചെയ്യും, അവിടെ മലീഷ്യസ് കണ്ടന്റുകൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി എല്ലാ പേജുകൾക്കും എന്ത് കൊടുക്കില്ല, എല്ലാ മെത്തേഡും അലോ കൊടുക്കില്ല. അപ്പൊ നമ്മളുടെ ടാർഗറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വെബ് പേജിൽ ഏതൊക്കെ മെത്തേഡുകൾ അലോ ചെയ്യുന്നുണ്ട് എന്ന ഹെഡർ ആണേത്, അല്ലെങ്കിൽ ഒരു ഹെഡ് ആണത് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന റെസ്പോൺസ് പറ്റും, അവിടെ അലോ ചെയ്യുന്ന ഏതൊക്കെ എന്ന് പറ്റും. അപ്പൊ അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഏത്, ഓപ്ഷൻസ്.
ഓക്കെ, ടാർഗറ്റ് വെബ്സൈറ്റ് നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ അലോ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ മെത്തേഡുകൾ അവർ അലോ എന്നറിയാൻ വേണ്ടി ആണ് ഓപ്ഷൻസ്. ഓക്കെ, ദെൻ ഹെഡ് മെത്തേഡ് ഉണ്ട്. ഹെഡ് മെത്തേഡ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ റിക്വസ്റ്റ്, ഇവിടെ നമ്മൾ വിട്ടുപോയ കാര്യമുണ്ട്, നമ്മൾ റിക്വസ്റ്റിനെ പറ്റി പറഞ്ഞു. ഓക്കെ, ഇതേപോലെ റെസ്പോൺസിനും എന്തുണ്ട്, ഹെഡർ ഉണ്ട്, ബോഡി ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ റിക്വസ്റ്റിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ശരിക്കും ഇവിടെ വിട്ടുപോയതാണ്. നമ്മൾ റിക്വസ്റ്റിൽ മാത്രമല്ല റെസ്പോൺസിനും എന്തുണ്ട്, ഹെഡർ പാർട്ടും ഉണ്ട്, ബോഡി പാർട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റെസ്പോൺസിന്റെ ഹെഡർ പാർട്ട് മാത്രം കണ്ടാൽ മതി എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, ഹെഡ് മെത്തേഡ്. ഓക്കെ, അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വെബ് റിക്വസ്റ്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ആയാൽ മാത്രമേ ആ റിക്വസ്റ്റ് വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റിക്വസ്റ്റുകളൊക്കെ എന്ത് ചെയ്യില്ല, നമുക്ക് റെസ്പോൺസ് തരില്ല. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ക്ലൂ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് മാത്രം കിട്ടിയാൽ മതി. ഡാറ്റ തരാനല്ലേ അവർക്ക് റെസ്ട്രിക്ഷൻ ഉള്ളൂ. അതിനെന്ത് വേണം, നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, നമ്മൾ ആ റിക്വസ്റ്റ് അയച്ചാൽ അതിന്റെ റെസ്പോൺസ് വരുള്ളൂ. വേണ്ട, ആ ഡാറ്റ വേണ്ട, കണ്ടാൽ മതി. ആ ഒരു ഹെഡർ, ആ റിക്വസ്റ്റ് ഹെഡർ മാത്രം കണ്ടാൽ മതി എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ആണിത്, ഹെഡ്. അപ്പൊ ഹെഡ് എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന റെസ്പോൺസിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, തിരിച്ചു വരുന്ന റെസ്പോൺസിന്റെ ഹെഡർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് അയക്കുമ്പോൾ ഹെഡ് മെത്തേഡ് വഴിയാണ് റിക്വസ്റ്റ് അയക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന റെസ്പോൺസിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഹെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ആ ഹെഡിൽ നിന്ന്, റെസ്പോൺസിന്റെ ഹെഡിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാന്ന് ചോദിച്ചു, യൂസ് ചെയ്ത സർവർ ഏതാണ്, അങ്ങനെയുള്ള കുറച്ച് കിട്ടും. സർവറിന്റെ ടൈമിങ്, കുറച്ച് സർവർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച്. അപ്പോൾ ഇതിലെന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹെഡ് റിക്വസ്റ്റ് അയക്കുന്നത്. തിരിച്ചു വരുന്ന റെസ്പോൺസിന്റെയും ഹെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, പേലോഡ് ഉണ്ടാവില്ല. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ട്രേസ്, അത് യൂസ് ചെയ്യാറുള്ളൂ, ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ റിയൽ ടൈമിൽ നമ്മൾ ട്രേസ് റൂട്ട് യൂസ് ചെയ്തിട്ടില്ലേ, അതേപോലെ ഇവിടെ റൗട്ടറുകളെ പറ്റി കിട്ടാനല്ല, ഈ ഒരു റിക്വസ്റ്റ് എങ്ങനെയാണ് ടാർഗറ്റിലേക്ക് പോകുന്നത്, ഏതൊക്കെ വഴികളാണ് ടാർഗറ്റിലേക്ക് പോകുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി നമ്മൾ അത് യൂസ് ചെയ്യാറില്ല, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഇപ്പൊ ഈ സ്ലൈഡിലുള്ളതും ദെൻ ഒരു പെൻഡസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന വെബൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന എവിടെയാണ്, ആ ഒരു കമ്പ്യൂട്ടറിന് പറയുന്ന പേരാണെന്ത്, വെബ് സെർവർ എന്ന് പറയുന്നത്. വെബ് സെർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, അവർ യൂസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടോകോൾ, HTTP HTTPS, പോർട്ട് നമ്പർ 80443. ഓക്കെ, ദെൻ വരുന്ന ഓരോ റിക്വസ്റ്റുകളും അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്തിട്ട് അതിൽ ഡാറ്റ ഒക്കെ തിരിച്ച് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പണി, പറയുന്ന സർവറുകളുടെ പണി. സർവറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, എവിടെയാണ് ഡാറ്റാബേസ്, ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക സർവറുമായിട്ടായിരിക്കും. സർവറിനെല്ലാം അറിയാം എവിടെയാണ് ഡാറ്റ, എന്താണ് ഡാറ്റ, എന്ത് ഡാറ്റയാണ് ഇപ്പോൾ റിട്ടേൺ ചെയ്യേണ്ടത്, എന്ത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഒക്കെ നമ്മൾ എവിടെ സെറ്റ് ചെയ്യുന്നത്, പറയുന്ന സർവറിലായിരിക്കും. ഓക്കെ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സർവറുകളാണ് അപ്പാച്ചി, NGINX, IIS എന്ന് പറയുന്ന IIS വിൻഡോസിന്റെ സർവറാണ്, വിൻഡോസ് സർവറാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർവർ എന്താണ്, ഇറ്റ്സ് ലൈക്ക് എ ലൈബ്രറിയൻ എന്ന് പറയുന്നത്. എല്ലാവരും എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ആർക്കാണ്, വെബ് സർവറിനാണ്. സോ ഇവിടെ വരുന്ന പ്രധാന പ്രശ്നങ്ങളാണ് എന്ത്, സർവർ ആയിട്ട് കോൺഫിഗർ ചെയ്തിട്ടില്ല എന്നുണ്ട്. ഓക്കെ, നമ്മൾ ആവശ്യമില്ലാത്തവർക്കൊക്കെ തെറ്റായ രീതിയിലാണ് പെർമിഷൻ സെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, വലിയ ആയിട്ട് മാറും. ഓക്കെ, ദെൻ സ്റ്റാറ്റസ് കോഡ്. നോർമൽ രീതിയിൽ ഒരു വെബ് പേജ് വർക്ക് ആകുന്നുണ്ട്, നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് വർക്ക് ആകുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പേജ് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് ലോഡായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുമ്പോൾ പേജ് ലോഡായിട്ട് വരുമ്പോൾ, ലോഗിൻ ആയിട്ട് വരുമ്പോൾ, ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് ആ വെബ് പേജിന്റെ സ്റ്റാറ്റസ്. ഓക്കെ, ആ വെബ് പേജ് ലോഡായോ, വർക്ക് ആവുന്നുണ്ടോ, നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് സർവറിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന വെബ് പേജിൽ കാണും, നമ്മൾ ആ കണ്ടന്റ് കാണുമ്പോഴാണ് മനസ്സിലാക്കുക. എന്നാൽ ഒരു പെൻഡസ്റ്റർ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം, ഓരോ റിക്വസ്റ്റിനും നമുക്ക് തിരിച്ചൊരു റെസ്പോൺസ് വരുമെന്ന് പറഞ്ഞില്ലേ.
ഓക്കെ, ആ റെസ്പോൺസിന്റെ ഫസ്റ്റ് ലൈന്, ഓക്കെ, റെസ്പോൺസിന്റെ ഫസ്റ്റ് ലൈനിൽ സ്റ്റാറ്റസ് കോഡ് ഉണ്ടാവും. ഹെഡർ പാർട്ടിന്റെ ഭാഗത്ത് ഒരു സ്റ്റാറ്റസ് കോഡ് ഉണ്ടാവും. ആ കോഡ് കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. നമ്മൾ കൊടുത്ത റിക്വസ്റ്റിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു ഹെഡർ പാർട്ടിലെ റെസ്പോൺസിന്റെ ഹെഡറിന്റെ ഫസ്റ്റ് ലൈൻ, അവിടുത്തെ സ്റ്റാറ്റസ് ലൈൻ പറയും. ഓക്കെ, ആ ലൈനിൽ ഉണ്ടാവും ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ കോഡ് നിങ്ങൾ കാണുകയാണ് 200 റേഞ്ചിലാണ് ആ കോഡ്. റേഞ്ച് മീൻസ് ആവാം, 201 ആവാം, 202 ആവാം, 203 ആവാം. ആ റേഞ്ചിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ കൊടുത്ത റിക്വസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു പേജ് ചോദിച്ചു, പേജ് തന്നു. നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് നേരിട്ട് ടാർഗറ്റിലെത്തി, ടാർഗറ്റ് അതിന് റെസ്പോൺസ് തന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്താ ഈ 200 റേഞ്ച് എന്നാണ് കാണിക്കുക. 2xx എന്ന് അവിടെ കാണിക്കുന്നുണ്ടാവും. ഇറ്റ് മീൻസ് 200 ആവാം, 202 ആവാം, 3 ആവാം, 4 ആവാം. 100ന്റെ ഉള്ള ഒരു നമ്പർ ആയിരിക്കും. എന്നാൽ നിങ്ങൾ 300 ആണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ 300 റേഞ്ച് ആണ് കാണുന്നതെങ്കിൽ അർത്ഥം എന്താ? നിങ്ങൾ കൊടുത്ത റിക്വസ്റ്റ് എനിക്ക് ഇപ്പൊ പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ അത് വേറൊരാളെ ഏൽപ്പിച്ചു. ഓക്കെ, എന്ന് പറഞ്ഞാൽ റീഡയറക്ഷൻ. ഞാൻ ഒരു സർവറിനോട് ചോദിച്ചു, ആ സർവർ ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ടാവാം. പല കാരണങ്ങൾ, മേ ബി ഒന്ന് ചിലപ്പോൾ ആ ഒരു സർവർ ഇപ്പോൾ ഹാങ് ആണ്, അതുകൊണ്ട് ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വേറെ സർവറിലേക്ക് സോൾവ് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ സർവർ ആയിരിക്കില്ല വരുന്നുണ്ടാവുക, വേറെ ആളായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്ത റിക്വസ്റ്റിനെ ഫോർവേഡ് ചെയ്യുമ്പോഴേ കാണുന്ന റെസ്പോൺസ് 300 എന്നുണ്ടാവും. അതിന്റെ അർത്ഥം നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, ആ റിക്വസ്റ്റ് അവരെന്ത് ചെയ്യും, അവരെടുത്തിട്ട് വീണ്ടും ഫോർവേഡ് ചെയ്യും വേറെ സർവറിലേക്ക്. ഫോർവേഡ് നമുക്ക് സ്റ്റാറ്റസ് കോഡ് തിരിച്ചു വരും എന്ത് 300 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ 300 റേഞ്ച് കണ്ടാൽ മനസ്സിലാക്കുന്നത് എന്താണ്? അത് റീഡയറക്ഷൻ ആണ്. നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് ആ സർവറിലല്ല പ്രോസസ് ആവുന്നത്, ആ സർവർ അത് വേറെ ആർക്കും അയച്ചു കൊടുത്തു, ഇനി അവിടെ നിന്നാണ് അത് പ്രോസസ് ആവുക. ദെൻ ആ പ്രോസസ് ആവുന്നതും അല്ലെങ്കിൽ ആ സർവറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ റിക്വസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിലാണ് പിന്നെ ആ റിക്വസ്റ്റ് പോവാ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഗൂഗിളിലേക്ക് റിക്വസ്റ്റ് അയച്ചു. ഗൂഗിൾ പറഞ്ഞു എന്നെ കൊണ്ട് ഇപ്പോൾ അത് പറ്റില്ല എന്ന് തിരിച്ചു വരുന്ന റെസ്പോൺസ് ആണ് അത് എങ്ങോട്ട് പോകണം എന്നായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് റിക്വസ്റ്റ് പോകുന്നതായിരിക്കും. മനസ്സിലാവല്ലോ, അതാണ് 300 റേഞ്ചസ് എന്ന് പറയുന്നത്. ദെൻ 400 റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് സൈഡ് എറർ. 400 റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാഗത്ത് വരുന്ന ആ വെബ് പേജിൽ പറഞ്ഞ പോലെ രീതിയിലല്ല നമ്മൾ അതേപോലെ ഇല്ലാത്ത വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്തു. IP അഡ്രസ് തെറ്റി, അല്ലെങ്കിൽ നമ്മൾ ഡൊമൈൻ നെയിം എഴുതിയപ്പോൾ ഫുള്ള് കൊടുത്തില്ല, കറക്റ്റ് അല്ല കൊടുത്തത്, സ്പെല്ലിംഗ് മാറിപ്പോയി, അതൊക്കെ നമ്മളുടെ മിസ്റ്റേക്ക് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല, ആ പേജ് കിട്ടില്ല. അപ്പൊ അതാണ് ക്ലയന്റ് സൈഡ് എറർ എന്ന് പറയുന്നത്. ഏതാണ്? 400 റേഞ്ച് ആണ്. ഓക്കെ, 400 റേഞ്ചിൽ 401 എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് ആക്ടിവിറ്റി. ഒരു യൂസറിന് പെർമിഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു യൂസർ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ നോക്കി, അത് ക്ലയന്റ് സൈഡ് എറർ ആണ്. അപ്പൊ തിരിച്ചു വരുന്ന സ്റ്റാറ്റസ് കോഡ് എന്തായിരിക്കും? 401 ആയിരിക്കും. 401 എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, അവിടെ നമുക്ക് പെർമിഷൻ ഇല്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്തു, അത് സക്സസ് ആയില്ല, എറർ ആണ്. ദെൻ 403 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു പേജിലേക്ക് എന്തില്ല, ഒരു കൺട്രോൾ ഇല്ല എന്നുള്ളതാണ് ഫോർബിഡൻ എന്ന്. ഇനി ഓക്കെ, 404 ചില വെബ്സൈറ്റുകൾ നമ്മൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് പേജ് അവൈലബിൾ അല്ല, സർവർ ഇപ്പം തരുന്നില്ല എന്ന് കാണിക്കുന്നതാണ് ഇത് 404. 400 റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലയന്റ് സൈഡിന്റെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്കുകളാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന 400 സ്റ്റാറ്റസ് കോഡ് നമ്മൾ കാണുന്നത്. ഓക്കെ, ദെൻ ചില സിറ്റുവേഷനുകളിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും, ജെനുവിനായ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ആക്സസ് ചെയ്യുന്ന സമയത്തും 404 ആയിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ 400 റേഞ്ചിലുള്ള ഒരു കോഡായിരിക്കും കാണിക്കുക. ഓക്കെ, അത് അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ചിലപ്പോൾ അത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിരിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന വെബ്സൈറ്റ് ആണ്, ഡൊമൈൻ ഒന്നും തെറ്റിപ്പോയിട്ടുണ്ടാവില്ല, കറക്റ്റ് ആയിരിക്കും, എങ്കിലും ചില സമയത്ത് അത് ലോഡ് ആവുന്നുണ്ടാവില്ല, അതിന്റെ സൈഡ് എറർ ഒന്ന് കാണിക്കും. അതായിരിക്കും അത് ചിലപ്പം നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, നെറ്റ് കണക്ട് ചെയ്യാത്തത് ആരുടെ പ്രശ്നമാണ്? നമ്മുടെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നെറ്റ് കണക്ട് അല്ലെങ്കിലും ഏത് റേഞ്ച് കാണുക, പറയുന്ന 404 അല്ലെങ്കിൽ 400 ആയിരിക്കും കാണുക. ഇനി വേറൊരു സിറ്റുവേഷൻ ഉണ്ട്, മേ ബി സിസ്റ്റം സർവർ ഹാങ് ആയിട്ട് കിട്ടുന്നില്ല, ഒരിക്കലും സർവർ കിട്ടുന്നില്ല. അങ്ങനെ ഒരു സർവർ അവിടെ ഇല്ല. എന്തുകൊണ്ടാണ്? ഹാങ് ആയി ആ സർവർ ആക്ടിവിറ്റി ഇല്ല. അങ്ങനത്തെ സമയത്തും ചിലപ്പോൾ മേ ബി 400 റേഞ്ച് കാണിക്കും. കാരണം എന്താണ്?
ഇന്റർനെറ്റിൽ ഇല്ലാത്തൊരു സാധനം നിങ്ങൾ ചോദിച്ചതിന്. ആ സമയത്ത് ഇന്റർനെറ്റിൽ നിന്ന് എന്തായി ഡിസ്കണക്ട് ആയിട്ട് പോയി, അത് സെർവർ ഹാങ് ആയി ഡിസ്കണക്ട് ആയിട്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു, ആ വെബ് പേജ് ആക്സസ് ചെയ്യുന്ന ആ വെബ് പേജ് കിട്ടില്ല. ഇപ്പോഴും എന്താ അതിന്റെ അർത്ഥം? 404 അല്ലെങ്കിൽ 400 ആണ് ക്ലയന്റ് സൈഡിലെ എറർ ആണ് അർത്ഥം. ഓക്കെ, ദെൻ 500 റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവർ സൈഡ് എറർ. നേരത്തെ പറഞ്ഞ സർവർ ഹാങ് ആവുക, ഡൗൺ ആയി പോയിട്ടില്ല, സർവർ ഹാങ് ആവുക, അല്ലെങ്കിൽ ഇന്റേണലി ഉള്ള മറ്റെന്തെങ്കിലും ഇഷ്യൂ കാരണം വരുന്നതാണ് 500. ഓക്കെ, ദെൻ വെബ് പേജിന്റെ ഉള്ളിൽ സ്റ്റേറ്റ്ഫുൾ വെബ് അല്ലെങ്കിൽ സ്റ്റേറ്റ്ലെസ് വെബ് എന്നൊക്കെ പറയാറുണ്ട്. അർത്ഥം നമ്മളുടെ പ്രീവിയസ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് സ്റ്റേറ്റ്ഫുൾ വെബ്. സ്റ്റേറ്റ്ലെസ് വെബ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് എന്താണോ ഉള്ള കണ്ടന്റ് എടുത്ത് കാണിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഓരോ സമയത്ത് ലോഗിൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതായത് അത് ആരും കീപ്പ് ചെയ്യുന്നില്ല, സർവർ അത് കീപ്പ് ചെയ്യുന്നില്ല, സർവർ 0 മെമ്മറി ആണ്. അപ്പൊ അങ്ങനെയുള്ള വെബ് സെർവറുകളെയാണ് നമ്മൾ സ്റ്റേറ്റ്ലെസ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, സർവറിന്റെ കയ്യിൽ മെമ്മറി ഒന്നുമില്ല, സർവർ നമ്മളുടെ റിക്വസ്റ്റ് എടുക്കുന്നു, റെസ്പോൺസ് കൊടുക്കുന്നു, ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളുടെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്നില്ല. നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രം അത് റൺ ആവുന്നു, ബാക്കിയെല്ലാം നോർമൽ പോലെ. അങ്ങനെയുള്ള സെർവറുകളാണ് നമ്മൾ സ്റ്റേറ്റ്ലെസ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ടൈമാണ് കുക്കി. കുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കുറേ മുമ്പ് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഓരോ പേജ് കൊടുക്കണമായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു കോമൺ ഫീച്ചർ എന്താണ്? ഡാറ്റ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഡാറ്റയിൽ ചില ഡാറ്റകൾ എന്തായിട്ട് വരും, എല്ലാ പേജിനും വേണ്ടി വരും, റിപ്പീറ്റഡ് ആയിട്ട് വേണ്ടി വരും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വേണ്ട ഡാറ്റകളെ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ എഴുതി കൊടുക്കേണ്ട ബുദ്ധിമുട്ടല്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതൊരു ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്ന ഓരോ സമയത്തും ഇതുകൂടിയും പോകും, ഈ ഫയൽ കൂടി ഒപ്പം പോകും. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള ഫയലിനെയാണ് നമ്മൾ കീസ് എന്ന് പറയാം. അതില്ലായിരുന്നു എങ്കിൽ നമ്മൾ ഓരോ പേജ് ആക്സസ് ചെയ്ത് കൊടുക്കണമായിരുന്നു, നെയിമും പാസ്വേഡും ഇങ്ങനെ URL-ന്റെ ഉള്ളിൽ ആയിരുന്നു. ഓക്കെ, അങ്ങനെ കൊടുത്താൽ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. സെക്യൂരിറ്റി ഉണ്ടാവും, അത് എപ്പോഴെങ്കിലുമൊക്കെ ലീക്ക് ആയി പോകാനുള്ള സാധ്യത, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണം, ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഈ കുക്കിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവറിന് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ വേണം. ഡാറ്റ വേണ്ടതായിരിക്കാണ് നമുക്കാണ്, അല്ല അത് വേണ്ടതായിരിക്കാണ് സർവറിന്. സർവറിന് വേണ്ട ഡാറ്റ പക്ഷെ പറയുന്ന എവിടെയാണ്? ആർക്കാണ് ഈ ഡാറ്റ വേണ്ടത്? സർവറിനാണ് ഡാറ്റ വേണ്ടത്. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കമ്പ്യൂട്ടറിലാണ്. നമ്മുടെ ബ്രൗസറിനകത്താണ് ഇത് സ്റ്റോർ ആവുന്നത്. അങ്ങനെയുള്ള ഫയൽസിനെയാണ് നമ്മൾ എന്ത് പറയാം, കുക്കീസ് എന്ന് പറയാം. അപ്പം മുമ്പ് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഇവിടെ കുക്കീസിലാണ്. നമ്മൾ ഒരു തവണ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ യൂസർ നെയിമും പാസ്വേഡ് എടുത്തിട്ട് അവിടെ സൂക്ഷിച്ച് വെക്കും. പിന്നെ നമ്മൾ ആ വെബ് പേജ് ഇങ്ങനെ മാറി, ആ ഒരു വെബ്സൈറ്റ് പേജുകൾ ഇങ്ങനെ മാറുമ്പോഴും ആണ് ഓരോ റിക്വസ്റ്റിന്റെ കാര്യം കൂടിയും പോകും, ഈ ഒരു കുക്കിയും കൂടിയും പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് കുക്കിയുടെ ഉപയോഗം. അല്ലായിരുന്നു എങ്കിൽ നമ്മൾ ആയിട്ട് കൊടുക്കേണ്ടി വന്നേനെ. എന്നാൽ ഇന്ന് ഇതേപോലെ യൂസർ നെയിമും പാസ്വേഡും കുക്കി സ്റ്റോർ ചെയ്യുന്നില്ല. പകരം സ്റ്റോർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ഒരു തവണ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഏതെങ്കിലും ഒരു വെബ് ആക്ടിവിറ്റിയിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സർവർ എന്ത് ചെയ്യും, ഒരാൾ ലോഗിൻ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അയാൾക്ക് അവിടെ ഒരു സെഷൻ ക്രിയേറ്റ്. നമ്മൾ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അക്സെപ്റ്റ് ചെയ്തിട്ട് സർവർ എന്ത് ചെയ്യും, നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഒരു തരും, സെഷൻ ID തരും. ദെൻ ഇന്ന് കുക്കിന്റെ അകത്ത് സൂക്ഷിക്കുന്നതാണ് ആണ് ഇന്ന് കുക്കിക്കകത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. അല്ല, കുക്കിക്കകത്ത് ഇന്ന് എന്തല്ല യൂസർ നെയിമും പാസ്വേഡും അവിടെ ഇല്ല. കാരണം കുക്കി സ്റ്റീൽ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ യൂസർ നെയിം പാസ്വേഡും കിട്ടൂലേ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ സർവർ എന്ത് തരും, ഈ യൂസർ ഇപ്പൊ ആക്റ്റീവ് യൂസർ ആണ്, ആള് ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു ID നമുക്ക് തരും. ഒരു സെഷൻ നമുക്ക് തരും, അതിനൊരു ID ഉണ്ടാവും. ആ ID ആണ് തിരിച്ചങ്ങോട്ട് അയക്കാം, നമുക്ക് അയച്ചു തരിക, നമ്മുടെ കുക്കിയിൽ സ്റ്റോർ ചെയ്യാം. സെഷൻ ID ആണ് സൂക്ഷിച്ചു വെക്കുക. ദെൻ പിന്നീട് നമ്മൾ ഓരോ റിക്വസ്റ്റ് നടത്തുമ്പോഴും എന്താണ് ഒപ്പം അയക്കുന്നത്, ഈ ഒരു സെഷൻ ID കൂടിയാണ് അയക്കുന്നത്.
ഓക്കെ, കുക്കി അയക്കുമ്പോൾ കുക്കിന്റെ അകത്ത് എന്താ പോവാ, സെഷൻ ഐ ഡി ആണ് പോവാ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ണ്ടല്ലോ. അതാണ് സെഷൻ ബേസ്ഡ് കുക്കി. ഇതിന്റെ അകത്ത് നമ്മൾ സെഷൻ ഐ ഡി ആണ് സൂക്ഷിച്ചു വെക്കുന്നത്, അല്ലാതെ യൂസർ പാസ്വേഡോ അല്ല. ഓക്കെ ആണല്ലോ. ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അക്സെപ്റ്റ് ഓൾ കുക്കി എന്ന് പറഞ്ഞാറില്ലേ, അങ്ങനെ നിങ്ങൾ അക്സെപ്റ്റ് ഓൾ കുക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഇതും ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അവരെടുത്തോണ്ട് പോകും. അത് എടുക്കാനുള്ള പെർമിഷനാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതേ ബ്രൗസറിൽ യൂസർ പാസ്വേഡും കൊടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ ലിങ്ക്ഡിനിലോ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ആക്റ്റീവ് സെഷൻ ഐ ഡി അവിടെ സ്റ്റോർഡ് ആണ്. വേറൊരു പ്ലാറ്റ്ഫോം ആമസോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ആമസോൺ നിങ്ങളുടെ കുക്കി കൊണ്ടുപോകുമ്പോൾ എടുത്തോണ്ട് പോകും, നിങ്ങളുടെ ആക്റ്റീവ് സെഷൻ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും കുക്കീസ് അവർ എടുത്തോണ്ട് പോകും. ഓക്കെ, അപ്പൊ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ആ സെഷൻ വെച്ചിട്ട് അവർ തമ്മിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മളുടെ ഡാറ്റ പരസ്പരം അവർ കൈമാറുന്നുണ്ട്. ആ സമയത്താണ് നിങ്ങളുടെ ആക്റ്റീവ് കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് കൂടുതൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണ് സെർച്ച് ചെയ്യുന്നത്, അത് അവർക്ക് എവിടെ നിന്ന് മനസ്സിലാവും, അത് ആര് കൊടുക്കും, ആമസോണും അല്ല സോറി ഇൻസ്റ്റാഗ്രാമുകാർ കൊടുക്കുന്നുണ്ട് ഇവർക്ക്. അത് ആരാണെന്ന് മനസ്സിലാവാൻ അവർക്ക് എന്ത് വേണമായിരുന്നു, ഇൻസ്റ്റാഗ്രാം എല്ലാ ഡാറ്റയും കൊടുക്കും. നമ്മളിതെങ്ങനെ, നമ്മൾ ആമസോണിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വേറെ ചെയ്തിട്ടായിരിക്കും, ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വേറെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഇവർക്ക് തമ്മിൽ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ മനസ്സിലാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവർ തമ്മിൽ ഫേസ്ബുക്ക് ഫുൾ ആക്സസ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആമസോണിന് ആക്സസ് കൊടുത്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഡീലാണ്. പക്ഷെ ആരുടെ ഡാറ്റ അവർക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഗിൻ ചെയ്ത ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഓക്കെ, അപ്പൊ ആമസോൺ അവിടെ ചോദിക്കും അക്സെപ്റ്റ് ഓൾ കുക്കി എന്നുള്ള ഓപ്ഷൻ ചോദിക്കുമ്പോൾ നമ്മൾ അത് കൊടുക്കുമ്പോൾ ഏത് കുക്കി കൂടി അവർ കൊണ്ടുപോകും, ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ കുക്കി അവർ കൊണ്ടുപോകും. അപ്പൊ അവർക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, നമ്മുടെ ആക്റ്റീവ് കിട്ടും. ആ സെഷൻ വെച്ചിട്ട് അവർ അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും, നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടും. അങ്ങനെ നമ്മൾ തന്നെയാണ് അവരെ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു സാധനം അത് നമുക്ക് ആയിട്ട് വരുന്നതോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സെർച്ച് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഒരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ അതേ റിലേറ്റഡ് ആയിട്ടുള്ള കാണുന്നത് ഈ ഒരു ഡാറ്റ ഷെയറിങ് അവർക്കിടയിൽ ഉണ്ടായതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊരു പ്രധാന കാരണമാണ് ആര്, കുക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അലോ ഓൾ കുക്കി എന്ന് കൊടുക്കരുത്. യൂസ് നെസസറി കുക്കി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് അവർ ഹിഡൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെടുത്തിട്ട് വേണം കൊടുക്കാൻ. നെസസറി കുക്കി എന്ന് പറയുമ്പോൾ ആ വെബ്സൈറ്റിന്റെ ഉള്ളിൽ ആ വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുക്കി മാത്രമേ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ, മറ്റു കുക്കികളിൽ അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല.